സീസൺ കഴിയുമ്പോഴേക്കും ചക്കരമാങ്ങ ഉണ്ടാക്കിച്ചാലോ. ഇഷ്ടമായ ലൈക്കും കൂടെ ചെയ്തേക്കണേ. ഇതിനായിട്ട് ഇതാ ഞാൻ 3 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് പഴുത്ത് വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. മൺചട്ടി നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് പൊട്ടിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും 2-3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്ത മാങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം 2 ശർക്കര നന്നായിട്ട് തന്നെ ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അതും കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 1.5 മിനിറ്റ് സമയം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ശർക്കര വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കടുകും വറുത്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ തണുത്ത് വന്നതിന് ശേഷം ഇതൊരു ബോട്ടിലാക്കി വെക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിട്ടോ.